ഹലോ ഗേയ്സ്, അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഞങ്ങൾ ഇന്ന് ഒരു യാത്ര പോകാൻ നിൽക്കുകയാണ്. ഗുരുവായൂർ അമ്പലത്തിലേക്കാണ് യാത്ര. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ തീർച്ചയായും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങളുടെ വീഡിയോ തുടരുകയാണ്. അപ്പോൾ ഇന്നും അത്യാവശ്യം ചെറിയ ചാറ്റൽ മഴ ഉണ്ട് കേട്ടോ. ഇതിനു മുന്നേ ഞങ്ങൾ പോയപ്പോഴും അത്യാവശ്യം കുഴപ്പമില്ലാത്ത മഴ കിട്ടിയിരുന്നു. അന്ന് വൈഫിൻ്റെ ആങ്ങളെയും ഭാര്യയും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ 4 പേരാണ് പോയത്. അതിൻ്റെ ഇടയിൽ തളിക്കുളം ആവാത്ത വെച്ച് അത്യാവശ്യം കുഴപ്പമില്ലാത്ത മഴ കിട്ടി. ഞങ്ങൾ കോട്ടൊന്നുമില്ലാത്തതിൻ്റെ ഒരു കയറി നിൽക്കേണ്ട ഒരു അവസ്ഥയൊക്കെ ഉണ്ടായി. അപ്പോൾ അമ്പലത്തിലെത്തിയപ്പോൾ കുറച്ച് വൈകി, അത്യാവശ്യം നനഞ്ഞിട്ടൊക്കെയാണ് ഞങ്ങൾ വന്നത്. അപ്പോൾ അമ്പലത്തിലെത്തിയാൽ വൈഫിന് മുല്ലപ്പൂ മസ്റ്റാണ്. ഏത് അമ്പലത്തിൽ പോയാലും മുല്ലപ്പൂ വേണം. അപ്പോൾ ഗുരുവായൂർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക എനർജിയാണ്. അവിടുത്തെ ഓരോ മൺതരിയിലും ആ എനർജി നിലനിൽക്കുന്നുണ്ട്. വലിയൊരു പോസിറ്റീവാണ്. അതുകൊണ്ടാണ് ഇത്രയും തിരക്ക് അവിടെ വരുന്നതിൻ്റെ കാരണം അല്ലേ? അതുകൊണ്ടല്ലേ കാരണം പറയും. കാരണം എന്ന് പറഞ്ഞാൽ അമ്പലത്തിൽ പോകാമെന്ന് പറഞ്ഞാൽ തന്നെ ഒരു പ്രത്യേക ഒരു പോസിറ്റീവ് എനർജിയാണ്. അപ്പോൾ എന്തായാലും പിന്നെ ഗുരുവായൂരൊക്കെ പോകാമെന്ന് വെച്ചാൽ നമുക്ക് എപ്പോഴും ഒന്നും അങ്ങനെ പോകാൻ പറ്റാറില്ല, വല്ലപ്പോഴൊക്കെ പോകുന്നതുള്ളൂ. അങ്ങനെ പായസമൊക്കെ മേടിക്കാൻ നിന്നു. പായസമൊക്കെ മേടിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് ഫോട്ടോ എടുത്ത് കഴിഞ്ഞിട്ട് വീണ്ടും ഞങ്ങളൊന്ന് ഇറങ്ങാൻ നിൽക്കുകയായിരുന്നു. അപ്പോൾ ഒന്നുകൂടെ ഞങ്ങൾ അവിടെ പുറത്ത് നിന്ന് ഭഗവാനെ നന്നായിട്ട് തൊഴുതു, മനസ്സിലുള്ള സങ്കടങ്ങളെല്ലാം ഭഗവാനോട് പറഞ്ഞ് പ്രാർത്ഥിച്ച് ഞങ്ങൾ തിരിച്ച് പോകാൻ നിൽക്കുകയാണ്. അങ്ങനെ ഞങ്ങൾക്ക് വിശന്നിട്ട് വയ്യായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ അടുത്ത് തന്നെയുള്ളൊരു ഹോട്ടലിൽ പോയിട്ട് ഊണ് കഴിച്ചു. ഉച്ച സമയമായതുകൊണ്ട് ഞങ്ങൾ ഊണ് കഴിച്ചു. ഊണൊക്കെ കഴിച്ച് നല്ല ഭക്ഷണമായിരുന്നു കേട്ടോ. ഊണൊക്കെ കഴിച്ചിട്ട് ഞങ്ങളിതാ ഇറങ്ങി തിരിച്ച് പോവാണ്. അങ്ങനെ തിരിച്ച് പോകുന്നതിനിടയ്ക്ക് ഞങ്ങൾക്കൊരു പ്ലാൻ വന്നു, എന്തായാലും പോവല്ലേ, നമുക്ക് എവിടെയെങ്കിലും ഒന്ന് കറങ്ങാമെന്ന് വെച്ചു. അങ്ങനെ ഞങ്ങൾ തളിക്കുളത്ത് സ്നേഹതീരത്താണ് പോയത്. ഞങ്ങളുടെ ഫേവറേറ്റ് പ്ലേസാണത്. ഞങ്ങൾ സ്നേഹിച്ചിരുന്ന സമയത്ത്, അതായത് കല്യാണത്തിന് മുമ്പ് ഞങ്ങൾ ഒരുപാട് പോയിട്ടുള്ളൊരു പ്ലേസാണ് സ്നേഹതീരം. അങ്ങനെ അവിടെ ഒന്ന് വെറുതെ ഒന്ന് കയറി. അപ്പോൾ സെറ്റും മുണ്ടും മുല്ലപ്പൂ ഒക്കെ വെച്ചിട്ടാണ് ഞാൻ ബീച്ചിലേക്ക് വന്നേക്കുന്നത്. അത് തന്നെ എനിക്ക് എന്തോ ചമ്മലായിരുന്നു. കാരണം സെറ്റും മുണ്ടൊക്കെ എടുത്ത് ആരെങ്കിലും ബീച്ചിലേക്ക് വരും അറിയില്ല. ആദ്യമായിട്ട് അങ്ങനെയൊക്കെ ഒന്ന് വന്നു. അവിടെ നിന്ന് ഫോട്ടോസും കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. കുറച്ച് നേരം നിന്നോളൂ കേട്ടോ, അധികം സമയം നിന്നില്ല. ചെറുതായിട്ട് മഴയൊക്കെ ചാറുന്നുണ്ടായിരുന്നു, ചെറുതായിട്ടൊക്കെ. അങ്ങനെ ഫോട്ടോസ് എടുത്തു, ഞാനും എടുത്തു, കണേട്ടനും ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. അങ്ങനെ ഞങ്ങൾ വീണ്ടും തിരിച്ചു പോവാണ്. കുറച്ച് സമയം നിന്നോളൂ, തിരിച്ചു പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോസൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റാ, ബൈ ബൈ.